ബീജിൻ്റെ അയ്യറാട്ടാണ്. മറ്റേ ജഗതി കൊണ്ട് പറയില്ലേ, ഒരു ബോംബ്, രണ്ട് ബോംബ് എന്ന് പറഞ്ഞ എല്ലായിടത്തും ബീജം കിടക്കട്ടെ, നിനക്കൊരു ബീജം ഇതിനൊരു ബീജം കിടക്കട്ടെ, ആ ഒരു ഫീലായി പോയി. കുറച്ചുകൂടി ഇമോഷണലി ആ സീനുകൾ, അതായത് നമ്മൾ റിയൽ ലൈഫിൽ തങ്കമണി എന്നുള്ളതാണ്, ആ തങ്കമണിയിൽ ഫോക്കസിങ് കുറച്ച് പോയി. ദിലീപ് വാസ് ഓക്കെ, ബട്ട് എനിക്കൊരു മിസ്കാസ് പോലെ തോന്നിയായിരുന്നു. ദിലീപ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിലീപ് അല്ല, നമ്മൾ കണ്ട ദിലീപ്, പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്ന ദിലീപ് അല്ല. അത് കുറച്ചുകൂടെ എന്നാണ്. മെയിൻലി പടത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റാണ് പിടിച്ചെടുത്തുക എന്നുള്ളത്. നമുക്ക് തിയേറ്ററിൽ വെച്ചിട്ട് ഒരു പ്രേക്ഷകന് ഒരു സീനിൽ ഒരു മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പടം കയ്യിൽ നിന്ന് പോയെന്നുള്ളതാണ്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ബാക്കി എന്തുകൊണ്ടും എനിക്ക് തീരെ വർക്കൗട്ടായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് 2024. നല്ല അടിപൊളിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീപേട്ടൻ വേറെ അടിപൊളിയായിരുന്നു. പിന്നെ ചില സ്ഥലത്താകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റഡ് കാണുമ്പോൾ ചില ആ ഒരു ഫീലിങ്സ് നമുക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമ തന്നെയാണ്, ഫാമിലിയായിട്ട് പോയി കാണുന്ന സിനിമ തന്നെയാണ്. ഇമോഷണലും ഉണ്ട്, പക്ഷേ അതിനകത്ത് ഒരു ജീവിതമുണ്ട്. അതിനകത്ത് തങ്കമണി എന്ന് പറയുന്നൊരു സ്ഥലത്തിൻ്റെ ഒരു ജീവിതം നമുക്കതിനകത്ത്, തങ്കമണിയുടെ റിയൽ സ്റ്റോറി എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷേ ഉള്ളതിനകത്ത് എനിക്ക് ആ സ്റ്റോറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ തന്നെയാണ്. ദിലീപേട്ടൻ്റെ ഗെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് അടിപൊളി ഗെറ്റപ്പാണ്. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ അതിനകത്തൊരു ഇൻ്റർവെല്ലിന് മുന്നേ ഒരു 20 മിനിറ്റ്സ് തങ്കമണിയിൽ നടക്കുന്ന യഥാർത്ഥ സംഭവം അത് അത്യാവശ്യം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ദിലീപിൻ്റെ ആക്ഷൻസും ഇൻട്രൊഡക്ഷനൊക്കെ കൊള്ളാം. പക്ഷേ പടം സ്റ്റാർട്ട് മുതൽ എനിക്കൊരു ക്രിഞ്ച് ഫെസ്റ്റിവലാണ്. ആദ്യം പറയേണ്ടത് അതിനകത്തൊരു ലേഡി ഓഫീസറുണ്ട്. പുള്ളിക്കാരത്തി ഭയങ്കര മിസ്കാച്ചായി തോന്നി. കാരണം ഒട്ടും ഡബ്ബിങ് ശരിയായിട്ടുള്ള പുള്ളിക്കാരത്തിയുടെ എക്സ്പ്രഷൻസ് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. പിന്നെ രണ്ടാമത്തത് ബീജിയം. ഈ ഒരു നായകൻ വരുമ്പോൾ ഒരു ബീജിയം വരുമ്പോൾ ഒരു ഫീൽ കിട്ടും. ഇത് എല്ലാ സീനിലും ബീജിയം കൊണ്ട് വെച്ചിട്ട് ബീജിയൻ്റെ അയ്യറാട്ടാണ്. മറ്റേ ജഗതി കൊണ്ട് പറയില്ലേ, ഒരു ബോംബ്, രണ്ട് ബോംബ് എന്ന് പറഞ്ഞ എല്ലായിടത്തും ബീജിയം കിടക്കട്ടെ, നിനക്കൊരു ബീജിയം ഇതിനൊരു ബീജിയം കിടക്കട്ടെ, ആ ഒരു ഫീലായി പോയി. മൊത്തത്തിൽ പടം ഭയങ്കര ഡിപ്പായിപ്പോയി. നല്ലൊരു കഥ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ക്യാമറ വർക്ക്സ് 2-3 ഷോട്ട്സൊക്കെ നല്ല രസമുണ്ടായിരുന്നതാണ്. ബാക്കി എന്തുകൊണ്ടും എനിക്ക് തീരെ വർക്കൗട്ടായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് 2024. ദിലീപ് വാസ് ഓക്കെ, ബട്ട് എനിക്കൊരു മിസ്കാസ് പോലെ തോന്നിയായിരുന്നു. ദിലീപ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിലീപ് അല്ല, നമ്മൾ കണ്ട ദിലീപ്, പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്ന ദിലീപ് അല്ല. അത് കുറച്ചുകൂടെ എന്നാണ്. ആ വിഗ് ബാന്ദ്രയിലെ ക്ലൈമാക്സിലെ സെയിം സാധനം പോലെ തോന്നി. മൊത്തത്തിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ ആണോ എന്നറിയില്ല. ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയതുകൊണ്ട് അതിൽ ഫോക്കസിങ് കുറഞ്ഞു പോയാലും എനിക്ക് തോന്നിയായിരുന്നു. കുറച്ചുകൂടി ഇമോഷണലി ആ സീനുകൾ, അതായത് നമ്മൾ റിയൽ ലൈഫിൽ തങ്കമണി എന്നുള്ളതാണ്, ആ തങ്കമണിയിൽ ഫോക്കസിങ് കുറച്ച് പോയി, ഒരു റിവെഞ്ച് കുറച്ച് കൂടിപ്പോയ സംഭവം. പിന്നെ ദിലീപേട്ടൻ്റെ മേക്ക് ഓവറൊക്കെ അടിപൊളിയാണ്. 2 കാലഘട്ടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചേക്കുന്നവരെല്ലാവരും നമുക്ക് അറിയാവുന്നവരാണ്. ആസ് യൂഷ്വൽ നമ്മളിത് കണ്ടേക്കുന്ന അവരെ എങ്ങനെ പണ്ട് കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് വില്ലൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അവർ പണ്ട് എങ്ങനെ ചെയ്തേക്കുന്നത് അതേ റോള് തന്നെയാണ് ഇതിലും ചെയ്തേക്കുന്നത്. ഓരോ കുഴപ്പമില്ല. ഇമോഷണൽ കുറച്ച് കൂടിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സീനുകൾ കുറച്ച് കൂടിപ്പോയി, പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ അത് പ്രേക്ഷകർക്ക് ഓക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കുഴപ്പമില്ല. ടെക്നിക്കൽ സൈഡ് കുഴപ്പമില്ല. ക്യാമറ വിഷ്വൽസൊക്കെ അടിപൊളിയാണ്. ക്യാമറ ചില സീനുകളിൽ, പക്ഷേ ആ ചില സെയിം ഷോട്ടുകൾ തന്നെ പല ടൈമിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ BGM കുഴപ്പമില്ല. നമ്മൾ കേട്ടേക്കുന്ന തങ്കമണിയുടെ ആ സാധനം തന്നെയാണ്. അത് എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട്. ഈ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ, നമ്മുടെ ടെക്നിക്കൽ ബേസിലൊന്നും വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. മെയിൻലി പടത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റാണ് പിടിച്ചെടുത്തുക എന്നുള്ളത്. നമുക്ക് തിയേറ്ററിൽ വെച്ചിട്ട് ഒരു പ്രേക്ഷകന് ഒരു സീനിൽ ഒരു മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പടം കയ്യിൽ നിന്ന് പോയെന്നുള്ളതാണ്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തങ്കമണി കണ്ടിറങ്ങി. നല്ലൊരു ഫിലിമാണ്. ദിലീപേട്ടൻ്റെ നമ്മൾ കോമഡി മാത്രമല്ല, അത് ഇമോഷൻസും പുള്ളിക്കാരൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന അറിയിക്കുന്ന നല്ലൊരു ഫിലിം. കാരണം തങ്കമണി എന്ന് പറയുമ്പോൾ ഒരു റിയൽ ഇൻസിഡൻറ്റ് കൂടിയാണ്. അത് ശരിക്കും നമുക്ക് സ്ക്രീനിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഇൻസിഡൻറ്റ് എന്താണ്, എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഫീലിംഗ്, അവർ എന്തുമാത്രം അവരുടെ ഇമോഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഈ സിനിമയെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു പെയിനോട് കൂടിയ തിയേറ്ററിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ ദിലീപേട്ടൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. കാരണം പുള്ളിക്കാരൻ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇത് എന്താ പറയുക, തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ്, മേക്കിംഗ് വൈസ് ആണെങ്കിലും ശരി രതീഷ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറെ പുള്ളിക്കാരൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഉടല് പോലത്തെ ഒരു ഫിലിം ചെയ്തിട്ട് ഇതേപോലൊരു ചിത്രം ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. മേക്കിംഗ് വൈസ് ആയാലും അടിപൊളി, സ്റ്റോറി വൈസ് ആയാലും അടിപൊളി, ദിലീപേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളി. തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ലൊരു ഫിലിമാണ് തങ്കമണി. ഇത് സ്ക്രിപ്റ്റ് ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ നമ്മളോട് ഈ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ ചൊറിയൊക്കെ ആകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് സ്ക്രീനിൽ കണ്ടപ്പോൾ. കുഴപ്പമില്ല, വളരെ നല്ലൊരു മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഉണ്ടായൊരു കഥയല്ലേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായൊരു കഥ എന്ന് പറയുമ്പോൾ നമുക്കത് അനുഭവിക്കുമ്പോൾ ഇപ്പോൾ
ഇത്രയും ഭീകരമായിരുന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഇതേപോലെ തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടീം വർക്കാണ്. ആർട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആർട്ടാണ്. കാരണം ഒരു ഗ്രാമം മുഴുവൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ഒരുപാട് ഒത്തിരി സന്തോഷം. പിന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊന്ന് ഭയങ്കര ലക്കായിരുന്നു ആ ഒരു സീൻ എനിക്ക് കിട്ടിയതിലും. അതുപോലെ തന്നെയായിരുന്നു ലൊക്കേഷനിലും. എന്താ പറയുക, പിന്നെ ദിലീപേട്ട ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഡയറക്ടറും രാജശേഖർ മാസ്റ്ററായിരുന്നു ഫൈറ്റ്. അപ്പോൾ അത് ആ ഒരു നമ്മൾ അന്ന് കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് നമുക്കിപ്പോൾ സിനിമ വന്നപ്പോൾ കിട്ടി. എന്തോ കേട്ടില്ല. അതെ തീർച്ചയായിട്ടും. എന്നോടിത് ആദ്യം ഈ ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതെ, അത് പിന്നെ എല്ലാം വേണ്ടേ, ഫ്ലാഷ് ബാക്കും പ്രസൻസും എല്ലാം വേണ്ട. ഫുൾ ടൈം നമ്മളെ മാത്രം കാണിച്ചു പിടിക്കാൻ പറ്റും. സോ അത് നിങ്ങൾ ആ സിനിമ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. അതെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ദിലീപേട്ടയും എല്ലാ കോ ആർട്ടിസ്റ്റിനോടും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് പിന്നെ ഓരോന്ന് എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ റിയലായിട്ട് നല്ല രീതിയിൽ ദിലീപേട്ടന് ഫൈറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ശരിക്കും നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും ഫൈറ്റ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ആ സമയത്ത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ ഇപ്പം പറയുന്നില്ല. ആ ഒരു ഫൈറ്റ് സമയത്ത് എനിക്ക് കാലിനൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ആയിട്ടാണ് പോയത്. ഓയിൻമെൻറ്റും എണ്ണയൊക്കെ ആയിട്ടാണ് റൂമിലോട്ട് പോയത്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ലൊക്കേഷനിൽ മൊത്തം ആ ഒരു കാര്യം പോലെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു അന്ന്. പക്ഷേ അതിൻ്റെ ആ ഒരു റിസൾട്ട് ഇപ്പോൾ ലഭിച്ചു.